നമസ്കാരം എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ കൂടെ എൻ്റെ ഈ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട UAE പരിചയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് അമ്പിളി അവരുടെ ഹസ്ബൻഡ് ഹരിയേട്ടനെയും കാണാൻ വേണ്ടി പത്തനംതിട്ട വരെ പോകാം എന്നുള്ള ഒരു ആഗ്രഹം ഉടലെടുത്ത് ഒരുപാട് കാലമായി. പക്ഷെ നമ്മുടെ സമയക്കുറവ് കാരണം അതിന് പറ്റിയില്ല. പക്ഷേ ഇന്നാണ് അതിന് പറ്റിയത്. ഞങ്ങൾ അവിടെ പോയി അമ്പിളിയെയും ഹരിയേട്ടനൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ടിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു, പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആ സന്തോഷം ഒന്നും കൂടി ഇരട്ടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു ഔട്ടിങ്. അപ്പോൾ ഈ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല നിങ്ങൾ കാണാം, ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗി അതിൻ്റെ പരിപൂർണതയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് പത്തനംതിട്ട. നിറയെ കാടുകളും പോകുന്ന വഴിക്ക് കാണുന്നില്ല, എന്ത് രസമുള്ള കാഴ്ചകളാണെന്ന് നോക്കിയത്. രണ്ട് ഭാഗത്തും വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് ആ ഒരു മഴക്കാലത്തൊരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖം എന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പൂന്തേനരുവി, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് പൂന്തേനരുവി വാട്ടർഫോൾസ്. അതായത് വെച്ചൂച്ചിറ പഞ്ചായത്തിലാണ്, റാന്നി താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അത് മഴയായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ആ സ്ഥലത്തെന്ന് ഹരിയേട്ടൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും വൈഫും മോളും ഹരിച്ചേട്ടനും അമ്പിളിയും കൂടെ അങ്ങനെ പൂന്തേനരുവിലേക്കുള്ളൊരു യാത്രയാണിത്. വളരെ ആ ഡ്രൈവ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഡ്രൈവ് കേട്ടോ. നല്ലൊരു ഇടത്തെ ചെറിയ ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷവും, ഒരു യാത്ര ആസ്വദിക്കാൻ. പമ്പയൊക്കെ വളരെ അടുത്താണ്. ശബരിമലയൊക്കെ 30 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എന്തായാലും നമ്മൾ പോരുന്ന വഴിക്ക് എരുമേലി ക്ഷേത്രവും വാവര് പള്ളിയൊക്കെ കണ്ടു കേട്ടോ. ഇത് പറയാതിരിക്കാൻ വയ്യ. ഈ ടൂറിൻ്റെ കൂടെ അതും നമ്മൾ കണ്ടു. നിങ്ങൾ ഈ ഒരു സ്പോട്ട് കണ്ടില്ലേ, എന്ത് രസമാണ് അതിൻ്റെ ആ സ്ട്രക്ചർ, റോഡിൻ്റെ ഒരു ഭംഗി നോക്കിയേ, ഭയങ്കര ഒരു രസമാണ്. ഒരു പള്ളിയും കാണാം കേട്ടോ ഇവിടെ, കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. സ്പോട്ടിൻ്റെ ചുറ്റുപാട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്തായിട്ടൊരു റിസോർട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ വരുമെന്ന് പറഞ്ഞു. നല്ല റിസോർട്ടാണെന്ന് പറഞ്ഞു. 2500 രൂപ എന്നെങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഫുഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ. പക്ഷെ ഒരുപാട് പേരുണ്ട്, കാരണം നല്ല സ്പോട്ടല്ലേ. അവൻ്റെ ബാൽക്കണിയിൽ നല്ല വ്യൂ ആണെന്ന് കേട്ടത്.
അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അമ്പിളി വന്നില്ല, ഹരിച്ചേട്ടൻ്റെ വൈഫ് അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല വയ്യാത്ത കാരണം. അപ്പം നമ്മളെല്ലാം അങ്ങോട്ടേക്ക് പതുക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും അവിടെ ഒരു സേഫ്റ്റിക്ക് ഒരാൾ 24/7 ഉണ്ടെന്ന് പറഞ്ഞത്, ഹരിച്ചേട്ടൻ പറഞ്ഞത് അവിടെ എപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങി ചെന്ന് അതിൻ്റെ ഭംഗിയും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഓക്കെ, കം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ നിറയെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ പമ്പയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളാണെന്നാണ് ഹരിച്ചേട്ടൻ പറഞ്ഞിട്ടോ. നിറയെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? എന്ത് മോശമല്ലേ? വെള്ളത്തിന് ഇത്രയും നല്ലൊരു പ്യൂർ വാട്ടറിനെ മലിനപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ചെയ്യരുതായിരുന്നു. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പോയാലോ? അപ്പോൾ മഴയായത് കാരണം നമുക്ക് ആ ഡാമിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത് ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ മുകളിലോട്ട് കയറി ഒന്ന് കറങ്ങിയേച്ചും തിരിച്ച് വീട്ടിലോട്ട് പോവാം. എന്തായാലും എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് മറ്റുള്ള സ്ഥലം, ഇപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ നമ്മൾ കാശ് കൊടുക്കണം. എല്ലാ സ്ഥലത്തും പൈസയാണ്. ഇവിടെ 5 പൈസ ചിലവില്ല, നമുക്ക് എൻജോയ് ചെയ്യാം. കാഴ്ചകളൊക്കെ കണ്ടൊരു റിലാക്സ് ആയിട്ട് നമുക്ക് വരാം. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പൂന്തന്നരുവി. വെച്ചുചിറക്കടുത്താണത്.
അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വയ്ക്കുക. ദയവായി ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആസ് യൂഷ്വൽ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.